നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ദസ്തക്കിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ജിയെ ജീഭർ എന്നതിലെ 1ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഛട്ട്പട്ട് ഓർ നട്ട്ഖട്ട് എന്ന കഹാനിയാണ്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് യൂണിറ്റിന്റെ പേരും അതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ചിത്രവും ഒന്ന് ശ്രദ്ധിക്കാം. ജിയെ ജീഭർ എന്ന് വെച്ചാൽ മനസ്സ് നിറഞ്ഞ് ജീവിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ നിങ്ങളെപ്പോലെ നിങ്ങളുടെ പ്രായത്തിലുള്ള വളരെ സന്തോഷിച്ച് ആസ്വദിച്ച് ഉല്ലസിച്ച് നടക്കുന്ന കുറച്ച് കുട്ടികളെ നമുക്ക് കാണാവുന്നതാണ്. അതിന് താഴെയായിട്ട് ഹിന്ദിയിലെ പ്രശസ്ത കവിയായിട്ടുള്ള കബീർ ദാസിന്റെ ഒരു ദോഹ കാണാം. ആ ദോഹയുടെ അർത്ഥം നമുക്കാദ്യം മനസ്സിലാക്കാം. പോഥി പഠി പഠി ജഗമുവ പണ്ഡിത് ബയാന കോയ് ഢായി ആഖർ പ്രേം കാ പഠേസോ പണ്ഡിത് ഹോയ്. ഈ ദോഹ പൂർണ്ണമായും ഹിന്ദിയിലല്ല എഴുതപ്പെട്ടിട്ടുള്ളത്. മധ്യകാലഘട്ടത്തിലുണ്ടായിരുന്ന ഭാഷകളുടെ ഒരു മിശ്രിത രൂപമാണ് കബീർ ദാസിന്റെ ദോഹയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കുക. പോഥി എന്നാൽ വലിയ വലിയ ഗ്രന്ഥങ്ങൾ, നമ്മളുടെ ആധ്യാത്മികമായിട്ടുള്ളതും വലിയ വലിയ തത്വങ്ങൾ, കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഗ്രന്ഥങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ ഭാരപ്പെട്ട പുസ്തകങ്ങളെയാണ് പോഥി എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഠി പഠി എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും വായിച്ചിട്ട് അല്ലെങ്കിൽ ഉരുവിട്ടുകൊണ്ട് ജഗമുവ, ജഗ് എന്ന് വെച്ചാൽ ജഗത്, സംസാർ, ലോകം എന്നാണ് അർത്ഥം. മുവ എന്ന് വെച്ചാൽ മരിച്ചു പോവുക അല്ലെങ്കിൽ ലോകത്തോട് വിട പറയുക എന്നുള്ള അർത്ഥമാണ്. പണ്ഡിത് ഭയാ ന കോയ്, പണ്ഡിത് പണ്ഡിതൻ അല്ലെങ്കിൽ വിദ്വാൻ എന്നുള്ള അർത്ഥമാണ്. ജ്ഞാനി എന്നൊക്കെ നമുക്ക് പറയാം. ഭയാന കോയ് എന്ന് വെച്ചാൽ കോയ് നഹീം ബന, ആരും പണ്ഡിതനായിട്ടില്ല എന്നാണ് അത് ചേർത്ത് വായിക്കുന്നത്. പണ്ഡിത് ഭയാന കോയ്, ആരും പണ്ഡിതനായിട്ടില്ല. അതായത് വലിയ വലിയ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് ഉരുവിട്ടിട്ടോ ഈ ഭൂമിയിൽ ആരും പണ്ഡിതന്മാര് ആയിട്ടില്ല. പിന്നെ ആരാണ് യഥാർത്ഥ പണ്ഡിതന്മാർ? അതാണ് കബീർദാസ് അടുത്ത വരിയിൽ പറയുന്നത്. ഢായി ആഖർ പ്രേം കാ പഠേസോ പണ്ഡിത് ഹോയ്. ഢായി ആക്കർ, ഢായി എന്ന് വെച്ചാൽ ഹിന്ദിയിൽ 2.5 എന്നുള്ള ആ ഒരു സംഖ്യയെ അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തെ സൂചിപ്പിക്കാനാണ് ഢായി എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത്. ആഖർ എന്ന് വെച്ചാൽ അക്ഷരമാണ്. പ്രേം സ്നേഹം. പ്രേം എന്ന വാക്കിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഢായി ആക്കർ പ്രേം. പ്രേം എന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഹിന്ദിയിൽ നമ്മൾ എഴുതുമ്പം പ മ എന്ന 2 അക്ഷരങ്ങളാണ് ഉള്ളത്. അതിൽ തന്നെ പ എന്നതിനെ പ്ര ആക്കുമ്പം പായുടെ കൂടെ പകുതി രായുടെ ഉച്ചാരണം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് ഢായി, അതായത് 2.5 എന്നുള്ള അക്ഷരം. പ മ അതോടൊപ്പം പകുതി രാ കൂടെ വരുന്നത് കൊണ്ടാണ് ഢായി ആക്കർ, 2.5 അക്ഷരങ്ങൾ ഉള്ള വാക്കായിട്ടുള്ള പ്രേമം, സ്നേഹം. ആ അക്ഷരത്തെ പഠേ, പഠേ എന്ന് വെച്ചാൽ സമജ്ന അല്ലെങ്കിൽ മനസ്സിലാക്കുക, തിരിച്ചറിയുക. സോ പണ്ഡിത് ഹോയ്, സോ എന്ന് വെച്ചാൽ വഹി വ്യക്തി അല്ലെങ്കിൽ അവനാണ് അല്ലെങ്കിൽ അദ്ദേഹമാണ് പണ്ഡിത് ഹോയ്, പണ്ഡിതനാകുന്നത്. അപ്പോൾ ഈ വരിയുടെ അർത്ഥം പ്രേമമെന്ന 2.5 അക്ഷരത്തെ ആരാണോ മനസ്സിലാക്കുന്നത് അവനാണ് യഥാർത്ഥ പണ്ഡിതൻ എന്നാണ് കബീർദാസ് പറയുന്നത്. അപ്പോൾ ഈ ദോഹ മൊത്തത്തിലായിട്ട് നോക്കുകയാണെങ്കിൽ പോഥി പഠി പഠി ജഗമുവ പണ്ഡിത് ഭയ ന കോയ് ഢായി ആക്കർ പ്രേം കാ പഠേസോ പണ്ഡിത് ഹോയ്. വലിയ വലിയ പുസ്തകങ്ങളോ ഗ്രന്ഥങ്ങളോ നിരന്തരം ഉരുവിട്ടോ പഠിച്ചിട്ടോ ആരും പണ്ഡിതനാവുന്നില്ല. പ്രേമമെന്ന 2.5 അക്ഷരത്തെ അല്ലെങ്കിൽ തന്റെ സഹജീവികളോട് തോന്നുന്ന ആ ഒരു സ്നേഹ വാത്സല്യ ഭാവത്തെ ആരാണോ മനസ്സിലാക്കുന്നത് അദ്ദേഹമാണ് അല്ലെങ്കിൽ അവരാണ് യഥാർത്ഥ പണ്ഡിതൻ അല്ലെങ്കിൽ പണ്ഡിതർ എന്നാണ് കബീർദാസ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. കബീർദാസ് ഏകദേശം 600ഓളം വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. കബീർദാസിന്റെ പ്രത്യേകതയും മഹത്വവും ഇതാണ്. എന്തെന്നാൽ അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്നും നമുക്ക് ഒരുപാട് പ്രാസംഗികമാണ്, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ ചുറ്റുപാടിൽ റെലവന്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ വലിയ വലിയ പുസ്തകങ്ങൾ പഠിച്ചിട്ടോ ഒരുപാട് ഡിഗ്രികൾ വാങ്ങി കൂട്ടിയിട്ടോ ഒന്നും കാര്യമില്ല. മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുക, മനുഷ്യത്വം ഉണ്ടാവുക,
സ്നേഹവാത്സല്യത്തോടെ തന്റെ സഹജീവികളോട് പെരുമാറുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് ഈ ദോഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. സ്വാതന്ത്ര്യോത്തര ഹിന്ദി സാഹിത്യത്തിലെ പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള രമേശ് ഉപാധ്യായാണ് ഈ കഥ രചിച്ചിരിക്കുന്നത്. കഥയുടെ ശീർഷകത്തിൽ ഛട്ട്പട്ട് എന്നും അതേപോലെ തന്നെ നട്ഖട്ട് എന്നും 2 വാക്കുകൾ കാണാം. വാസ്തവത്തിൽ ഈ കഥയിലെ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളായിട്ടുള്ള കുട്ടികളുടെ പേരാണ് ഛട്ട്പട്ട് അതേപോലെ തന്നെ നട്ഖട്ട് എന്നുള്ളത്. ഛട്ട്പട്ട് എന്നുള്ളതിന് ഹിന്ദിയിൽ പൊതുവെ വേഗത്തിലുള്ളത് അല്ലെങ്കിൽ വേഗം കൂടിയത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അതേപോലെ തന്നെ നട്ഖട്ട് എന്നുള്ളത് കുസൃതി നിറഞ്ഞ അല്ലെങ്കിൽ വികൃതിയുള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ കഥാകൃത്ത് ആ കുട്ടികളുടെ സവിശേഷതകൾ തന്നെയാണ് പേരായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഏക് ഥാ ഛട്ട്പട്ട് ഏക് ഥാ നട്ഖട്ട്. ഒരിടത്ത് ഒരു ഛട്ട്പട്ട് അതേപോലെ തന്നെ ഒരു നട്ഖട്ട് എന്നിവർ ഉണ്ടായിരുന്നു. ഛട്ട്പട്ട് ബഡാ ഥാ. ഛട്ട്പട്ട് മൂത്തവനായിരുന്നു. നട്ഖട്ട് ചോട്ട. നട്ഖട്ട് ഇളയവനും. ബഡാ ചോട്ട എന്നുള്ളതിന് വലുത് ചെറുത് എന്നുള്ളതാണ് അർത്ഥമെങ്കിലും ഇവിടെ സഹോദരങ്ങളായതുകൊണ്ട് ഛട്ട്പട്ട് മൂത്തയാളും നട്ഖട്ട് ഇളയവൻ അതായത് ചെറിയ ആളുമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബഡാ കേവൽ 2 സാൽ ബഡാ ഥാ. ചോട്ട കേവൽ 2 സാൽ ചോട്ട. മൂത്തയാളാവട്ടെ വെറും 2 സാൽ ബഡാ ഥാ. 2 വർഷം മൂത്തവനാണ്. ചെറിയവനാണെങ്കിലോ കേവൽ 2 സാൽ ചോട്ട. 2 വർഷം ഇളയവനും. ദോനോ സ്കൂൾ മേ പഠിത്തേ ഥേ. 2 പേരും സ്കൂളിൽ പഠിക്കുന്നവരായിരുന്നു. ഛട്ട്പട്ട് 5വീ മേ നട്ഖട്ട് തീസരി മേ. ഛട്ട്പട്ട് അതായത് മൂത്തയാൾ 5ാം ക്ലാസ്സിലും 5വീ എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിനെയാണ് 5വീ കക്ഷ എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഛട്ട്പട്ട് 5ാം ക്ലാസ്സിലും നട്ഖട്ട് 2 വയസ്സിന് ഇളയതാണ്. അതുകൊണ്ട് നട്ഖട്ട് തീസരി കക്ഷാമേ അതായത് 3ാം ക്ലാസ്സിലുമാണ് പഠിച്ചിരുന്നത്. ഘർ സെ ദോനോ ഭായി സാത്ത് സാത്ത് സ്കൂൾ ജാത്തെ ഓർ സാത്ത് സാത്ത് ഹി വാപ്പസ് ഘർ ആത്തെ. ഘർ സെ ദോനോ ഭായി വീട്ടിൽ നിന്ന് തന്നെ 2 സഹോദരങ്ങളും സാത്ത് സാത്ത് സ്കൂൾ ജാത്തെ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ സാത്ത് സാത്ത് ഹി വാപ്പസ് ഘർ ആത്തെ ഒരുമിച്ച് തന്നെയായിരുന്നു വീട്ടിൽ തിരിച്ചു വന്നിരുന്നതും. വേക്ക് ഗാവ് മേ രഹത്തെ ഥേ. അവർ ഒരു ഗ്രാമത്തിലായിരുന്നു താമസിച്ചിരുന്നത്. സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി ദൂർ ദൂസരെ ഗാവ് മേ ഥാ. എന്നാൽ സ്കൂൾ അവരുടെ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നില്ല, മറിച്ച് മറ്റൊരു ഗ്രാമത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ 2 സഹോദരങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിൽ സ്കൂൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ മറ്റൊരു ഗ്രാമത്തിലെ സ്കൂളിലായിരുന്നു പോയി പഠിച്ചിരുന്നത്. വഹാ തക് പൈദൽ ജാന പഠിത്താ ഥാ ഓർ പൈദൽ ഹി വാപ്പസ് ആന പഠിത്താ ഥാ. വഹാ തക് പൈദൽ ജാന പഠിത്താ ഥാ. അവിടെ വരെ പൈദൽ ജാന എന്ന് പറഞ്ഞാൽ കാൽനടയായി പോവുക, നടന്നു പോകുന്നതിനെയാണ് ഹിന്ദിയിൽ പൈദൽ ജാന എന്ന് പറയുന്നത്. അപ്പോൾ വഹാൻ തക് പൈദൽ ജാന പഠിത്താ ഥാ. അവിടെ വരെ കാൽനടയായി പോവേണ്ടി വന്നിരുന്നു. ഓർ പൈദൽ ഹി വാപ്പസ് ആന പഠിത്താ ഥാ. അതേപോലെ തന്നെ കാൽനടയായിട്ട് തന്നെ തിരിച്ചു വരേണ്ടിയും വന്നിരുന്നു. ജാത്തെ സമയ രാസ്തേ മേ ഉനെ കൈ ചീസേ മിൽത്തി ഥി. ജാത്തെ സമയ രാസ്തേ മേ പോകുന്ന വഴിയിൽ ഉനെ കൈ ചീസേ മിൽത്തി ഥി. അവർക്ക് ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് വസ്തുക്കൾ കിട്ടിയിരുന്നു. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് പോകുന്ന വഴിയിലെല്ലാം അവർക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടിയിരുന്നു അല്ലെങ്കിൽ കണ്ടിരുന്നു. ഇനി ആ കിട്ടിയിരുന്നു അല്ലെങ്കിൽ കണ്ടിരുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് അടുത്ത വരിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. പോഖർ, ബർഗദ്, ഖേത്ത്, ബാഗ്, നാല ഓർ നദി. അപ്പോൾ പോഖർ എന്ന് പറഞ്ഞാൽ കുളത്തിനെയാണ് ഹിന്ദിയിൽ പോഖർ എന്ന് പറയാ. താലാബ് എന്നൊരു ശബ്ദം കൂടെ ഹിന്ദിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് ബർഗദ്. ബർഗദ് എന്ന് പറഞ്ഞാൽ പേരാലാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു വലിയ മരമാണ് ബർഗദ്, അതായത് പേരാൽ. പിന്നെയോ ഖേത്ത്. ഖേത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, വയലാണ്. വയലുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബാഗ്. ബാഗ് എന്നുള്ളത് ഹിന്ദിയിൽ പൂന്തോട്ടം എന്നുള്ള അർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബഗീച്ച എന്ന ശബ്ദം കൂടെ ഹിന്ദിയിലുണ്ട്. അതേപോലെ തന്നെ നാല, ചെറിയ തോടുകളെയാണ് നാല എന്ന് പറയുന്നത്. അതോടൊപ്പം നദി, ഒരു നദിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോകുന്ന വഴിയിൽ കുളങ്ങളും പേരാലുകളും അതുപോലെയുള്ള വലിയ വടവൃക്ഷങ്ങളും വയലുകളും പൂന്തോട്ടങ്ങളും തോടുകളും നദികളുമെല്ലാം നിറഞ്ഞിട്ടുള്ളൊരു ഗ്രാമ പ്രദേശമായിരുന്നു.
വാപ്പസ് ആനെ പർ ഭി രാസ്തേ മേ ഉനെ കൈ ചീസേ മിൽത്തി ഥി. തിരിച്ചു വരുന്ന സമയത്തും അവർക്ക് വഴിയിൽ ഒരുപാട് സാധനങ്ങൾ കിട്ടിയിരുന്നു അല്ലെങ്കിൽ കണ്ടിരുന്നു. അവയും മേൽപ്പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ്. നദി, നാല, ബാഗ്, ഖേത്, ബർഗദ് ഓർ പോഖർ. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് തിരിച്ചിവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. ചട്പട്ട് തേസ് തേസ് ചൽത്താ ഥാ, നട്കട്ട് ധീരെ ധീരെ. ഇവിടെ ചട്പട്ട് തേസ് തേസ് ചൽത്താ ഥാ, ചട്പട്ട് വളരെ വേഗത്തിൽ പോകുന്നവനായിരുന്നു. നട്കട്ട് ആണെങ്കിലോ ധീരെ ധീരെ, അതായത് മെല്ലെ മെല്ലെ പോകുന്നവനായിരുന്നു. ചട്പട്ട് ബർഗദ് തക് പഹുഞ്ച് ജാത്ത തബ് തക് നട്കട്ട് പോഖർ തക് ഹി പഹുഞ്ച ഹോത്ത. അതായത് ചട്പട്ട് ബർഗദ് തക് പഹുഞ്ച് ജാത്ത, ചട്പട്ട് പേരാൽ വരെ എത്തുമ്പോൾ നട്കട്ട് എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക? പോഖർ തക് ഹി പഹുഞ്ച ഹോത്ത. പോഖർ എന്തായിരുന്നു? കുളത്തെയാണ് നമ്മൾ പോഖർ എന്ന് ഹിന്ദിയിൽ പറയുന്നത്. അപ്പോൾ വലിയ ആൾ, മൂത്തയാൾ പേരാലിനടുത്തെത്തുമ്പോൾ ഇളയാൾ, അതായത് നമ്മളുടെ നട്കട്ട് കുളത്തിന്റെ അടുത്തേ എത്തിയിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് മെല്ലെയാണ് നട്കട്ട് പോയിക്കൊണ്ടിരുന്നത്. ചട്പട്ട് ബാഗ് തക് പഹുഞ്ചാത്ത തബ് തക് നട്കട്ട് ഖേത് തക് ഹി പഹുഞ്ച ഹോത്ത. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം അതേപോലെ പറയുകയാണ്. ചട്പട്ട് ഭാഗ് തക് പഹുഞ്ചാത്ത, ചട്പട്ട് പൂന്തോട്ടം വരെ എത്തുമ്പോൾ നട്കട്ട് എവിടെയായിരിക്കും ഉണ്ടാവുക? നട്കട്ട് ഖേത് തക് ഹി പഹുഞ്ച ഹോത്ത, വയലിന്റെ അവിടെ വരെ എത്തിയിട്ടുണ്ടാവുകയുള്ളൂ. ചട്പട്ട് നദി തക് പഹുഞ്ചാത്ത തബ് തക് നട്കട്ട് നാലെ തക് ഹി പഹുഞ്ച ഹോത്ത. അതേപോലെ ചട്പട്ട് നദിയുടെ അടുത്തെത്തുമ്പോൾ നട്കട്ട് നാലെ തക് ഹി പഹുഞ്ച ഹോത്ത, തോടിന്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ടാവുകയുള്ളൂ. മാ കി ഹിദായത് ധി കി ചട്പട്ട് കോ ഛോട്ടെ ഭായ് കാ ധ്യാൻ രഖ്നാ ഹെ, നട്കട്ട് കോ അപ്നെ സാത്ത് ഹി രഖ്നാ ഹെ. അമ്മയുടെ ഹിദായത് ധി, ഹിദായത് എന്ന് പറഞ്ഞാൽ നിർദ്ദേശം എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ അമ്മയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. എന്ത്? ചട്പട്ട് കോ ഛോട്ടെ ഭായ് കാ ധ്യാൻ രഖ്നാ ഹെ. ചട്പട്ടിനോട് പറഞ്ഞിരുന്നത് ഛോട്ടെ ഭായ് കാ ധ്യാൻ രഖ്നാ ഹെ, തന്റെ ഇളയ സഹോദരനെ എപ്പോഴും ശ്രദ്ധിക്കണം. നട്കട്ട് കോ അപ്നെ സാത്ത് ഹി രഖ്നാ ഹെ, നട്കട്ടിനെ എപ്പോഴും തന്റെ കൂടെ കൂട്ടേണ്ടതാണ്. ഇസ്ലിയെ ചട്പട്ട് കോ ആകെ നിക്കൽ ജാനെ പർ പീച്ചെ മുഡ്കർ ദേഖ്നാ പഡ്താ. അമ്മ ഈ പറഞ്ഞത് കാരണം ചട്പട്ടിന് ആകെ നിക്കൽ ജാനെ പർ, മുന്നോട്ട് പോകുമ്പോഴെല്ലാം പീച്ചെ മുഡ്കർ ദേഖ്നാ പഡ്താ, പിറകിലേക്ക് നോക്കേണ്ടതായിട്ട് വന്നിരുന്നു. എന്തിനാണ് പിറകിലേക്ക് നോക്കുന്നത്? തന്റെ അനിയൻ കൂടെയുണ്ടോ എന്ന് നോക്കുവാൻ വേണ്ടിയിട്ടാണ്. കാരണം അമ്മ അവനോട് അനിയനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉനെ നട്കട്ട് കോ പുകാർ കർ ജൽദി ചലനെ കെ ലിയെ കഹനാ പഡ്താ. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ്? പലപ്പോഴും നട്കട്ട് പുറകിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഉനെ നട്കട്ട് കോ, അവന് നട്കട്ടിനെ പുകാർക്കർ, പുകാർക്കർ എന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞിട്ട്, എന്താ വിളിച്ചു പറയുക? ജൽദി ചലനെ കെ ലിയെ കഹനാ പഡ്താ, വേഗം നടക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേഗം വരാൻ വേണ്ടിയിട്ട് പറയേണ്ടതായിട്ട് വന്നിരുന്നു. അടുത്ത വരിയിലേക്ക് കടക്കാം. ബാർ ബാർ രുക്കർ നട്കട്ട് കാ ഇന്തസാർ കർണാ പഡ്താ. ബാർ ബാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ, രുക്കർ നിർത്തിയിട്ട് നട്കട്ട് കാ ഇന്തസാർ കർണാ പഡ്താ, നട്കട്ടിനെ ഇന്തസാർ കർണ എന്ന് പറഞ്ഞാൽ കാത്തിരിക്കുക, നട്കട്ടിനെ കാത്തിരിക്കേണ്ടതായിട്ട് വന്നിരുന്നു. കഭി സ്കൂൾ ജാനെ കെ ലിയെ ദേരി ഹോത്തി ദേഖ് നട്കട്ട് കാ ഹാത്ത് പക്കഡ്കർ അപ്നെ സാത്ത് ദൗഡാനാ ഭി പഡ്താ. പലപ്പോഴും സ്കൂൾ ജാനെ കെ ലിയെ, സ്കൂളിൽ പോവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ദേരി ഹോത്തി ദേഖ്, ദേരി ഹോന എന്ന് പറഞ്ഞാൽ നേരം വൈകുക. അപ്പോൾ നേരം വൈകുന്നത് മനസ്സിലാക്കിയിട്ട് ചട്പട്ട് എന്ത് ചെയ്യുമായിരുന്നു? നട്കട്ട് കാ ഹാത്ത് പക്കഡ്കർ, നട്കട്ടിന്റെ കൈ പിടിച്ച് അപ്നെ സാത്ത് ദൗഡാനാ ഭി പഡ്താ, തന്നോടൊപ്പം ഓടിപ്പിക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. ചട്പട്ട് പരേശാൻ ഹോ ജാത്ത ഓർ ഘർ ലൗട്ട് കർ മാ സെ ശികായത് കർത്താ, മാ ചോട്ടാ ബഹുത് പരേശാൻ കർത്താ ഹെ. അങ്ങനെ ചട്പട്ട് പരേശാൻ ഹോ ജാത്ത, പരേശാൻ എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യാകുലപ്പെടുത്തുക അല്ലെങ്കിൽ കഷ്ടപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെ ചട്പട്ട് പരേശാൻ ഹോ ജാത്ത, ചട്പട്ട് ഒരുപാട് വ്യാകുലപ്പെടുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഓർ ഘർ ലൗട്ട് കർ മാസെ ശികായത് കർത്ത, വീട്ടിൽ തിരിച്ചെത്തിയിട്ട് അമ്മയോട്
ശിക്കായത്ത് കർത്ത, ശിക്കായത്ത് എന്ന് പറഞ്ഞാൽ പരാതി, അമ്മയോട് പരാതിപ്പെടുമായിരുന്നു. മാ ഛോട്ടാ ബഹുത് പരേശാൻ കർത്താ ഹെ, അമ്മേ ചെറിയവൻ എന്നെ വളരെ കഷ്ടപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഛോട്ടാ ഹേന, ചെറിയവനല്ലേ. മാ മുസ്കുരാ ദേത്തി, അമ്മ പുഞ്ചിരിക്കുമായിരുന്നു. ഓർ ബഡേക്കോ തോ ചോട്ടേക്ക ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹെ, എന്നിട്ട് അമ്മ എന്താണ് ഇവനെ മനസ്സിലാക്കി കൊടുക്കുന്നത്? ബഡേക്കോ, മുതിർന്നവർക്ക്, ചോട്ടേക്ക ധ്യാൻ രഖ്നാ ഹി പഡ്താ ഹെ, ചെറിയവരെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നതാണ്, അല്ലെങ്കിൽ മുതിർന്നവർ എപ്പോഴും ചെറിയവരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് അമ്മ അവിടെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ചട്പട്ട് ചുഞ്ചിലാത്ത പർ കുച്ച് കഹ്ന പാത്ത, അത് കേൾക്കുമ്പോൾ ചട്പട്ടിന് എന്താവും? ഝുഞ്ചിലാത്ത. ഝുഞ്ചിലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വരുമായിരുന്നു, അല്ലെങ്കിൽ ദേഷ്യം കൊണ്ട് വിറയ്ക്കുമായിരുന്നു. പർ കുച്ച് കഹ്ന പാത്ത, പക്ഷെ ഒന്നും പറയാൻ സാധിക്കില്ലായിരുന്നു. ബഡാഥ, കാരണം എന്താണ്? ചട്പട്ട് മുതിർന്നവനായിരുന്നു, വലിയവനായിരുന്നു. ചോട്ടേക്ക ധ്യാൻ തോ ഉസേ രഖ്നാ ഹി ഥാ, ചെറിയവനെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ട് അവന് വന്നിട്ടുണ്ടായിരുന്നു. ലേക്കിൻ ഉസേ ലഗ്താ കി നട്കട്ട് കുച്ച് സ്യാദാ ഹി നട്കട്ട് ഹെ, പക്ഷേ ചട്പട്ടിന് എപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താ തോന്നിയിട്ടുണ്ടായിരുന്നത്? നട്കട്ട് കുച്ച് സ്യാദാ ഹി നട്കട്ട് ഹെ, നട്കട്ട് വാസ്തവത്തില് കുറച്ചധികം വികൃതിയാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ബാക്കി പറയുന്നത്. രാസ്ത ചലത്തെ രുക്കർ पोखर के पानी के अंदर की मछलियां और पानी के ऊपर की बतखें देखने लगता है. രാസ്ത ചലത്തെ രുക്കർ, വഴിയിലൂടെ പോകുന്നത് നിർത്തിയിട്ട് അല്ലെങ്കിൽ വഴിയിലൂടെ പോകുന്നതിനിടയിൽ, പോഖർ കെ പാനി കെ അന്തർ കി മച്ഛലിയാ, പോഖർ കുളം, കുളത്തിലെ വെള്ളത്തിന്റെ അടിയിലുള്ള മച്ഛലിയാ, മച്ഛലിയാ എന്ന് പറഞ്ഞാൽ മത്സ്യങ്ങൾ, മത്സ്യങ്ങളെയും, ഓർ പാനി കെ ഊപ്പർ കി ബതഖേ, വെള്ളത്തിന്റെ ഊപ്പർ മുകളിലുള്ള, ബതഖ് എന്ന് പറഞ്ഞാൽ താറാവാണ്, ഇവിടെ ബതഖേൻ എന്ന് പറഞ്ഞതുകൊണ്ട് ബഹുവചനമാണ്, താറാവുകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വെള്ളത്തിന്റെ അടിയിലുള്ള മത്സ്യങ്ങളെയും വെള്ളത്തിന് മുകളിലുള്ള താറാവുകളെയും നോക്കി നിൽക്കുമായിരുന്നു. ബർഗദ് കി ഊപ്പർ സെ നീച്ചെ ആത്തി ജഡേ പക്കഡ്കർ ഝൂൽനെ ലഗ്താ ഹെ, പേരാലിന്റെ മുകളിൽ നിന്നും താഴേക്ക് ഊർന്നു കിടക്കുന്ന ജഡയം പക്കഡ്കർ, ജഡയം വേരുകളാണ്. നിങ്ങൾ പലപ്പോഴും ആൽമരങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും തൂങ്ങിക്കിടക്കുന്ന വേരുകൾ ഉണ്ടാവും. ആ വേരുകൾ പക്കഡ്കർ, പക്കഡ്കർ പിടിച്ചിട്ട് അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട്, ഝൂൽനെ ലഗ്താ ഹെ, ഝൂൽന ആടുക, നമ്മൾ ഊഞ്ഞാലാടുന്നതിനൊക്കെയാണ് ഝൂൽന എന്ന് പറയാ. അപ്പോൾ ആ ആൽമരത്തിന്റെ വേരുകൾ പിടിച്ചിട്ട് നമ്മളുടെ നട്കട്ട് ഊഞ്ഞാലാടുമായിരുന്നു. അതേപോലെ തന്നെ ഖേത് മേ ഘുസ്കർ ഖാനെ കി കോയി ചീസ് ഖോജ്നെ ലഗ്താ ഹെ, വയലിൽ ഇറങ്ങിച്ചെന്നിട്ട്, ഘുസ്ന എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക, കയറുക എന്നൊക്കെയാണ്. ഇപ്പോൾ അവിടെ വയലിൽ ഇറങ്ങിച്ചെന്നിട്ട്, ഖാനെ കി കോയി ചീസ്, കഴിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ, ചീസ് സാധനങ്ങൾ, ഖോജ്നെ ലഗ്താ ഹെ, ഖോജ്ന അന്വേഷിക്കുക, കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കാറും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ബാഗ് സെ ഗുസർനെ പർ ആം യാ അമരൂദ് തോടിനെ ലഗ്താ ഹെ, തോട്ടങ്ങളിലൂടെ പോകുമ്പോൾ, തോട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഗുസർന കടന്നു പോവുക, തോട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, ആം യാ അമരൂദ്, ആം എന്ന് പറഞ്ഞാൽ മാങ്ങയാണ്, അമരൂദ് എന്ന് പറഞ്ഞാൽ പേരക്കയാണ്. അപ്പോൾ മാങ്ങയോ അല്ലെങ്കിൽ പേരക്കയോ തോടിനെ ലഗ്ത, അവയെല്ലാം പറിക്കുമായിരുന്നു അല്ലെങ്കിൽ പൊട്ടിച്ചെടുക്കുമായിരുന്നു. നാലേക്കോ ഉധർ സെ ഇധർ और इधर से उधर ചലാങ്ക് ലഗാക്കർ പാർ കർനെ കാ ഖേൽ ഖേൽനെ ലഗ്താ ഹെ. നാലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ തോടുകളെയാണ് ഹിന്ദിയിൽ നമ്മൾ നാലെ എന്ന് പറയാറുള്ളത്. അപ്പോൾ നാലേക്കോ ഉധർ സെ ഇധർ, അവിടെ നിന്ന് ഇവിടേക്കും, അതേപോലെ തന്നെ ഇധർ സെ ഉധർ, ഇവിടെ നിന്ന് അവിടേക്കും, ചലാങ് മാർക്കർ, ചലാങ് മാർന എന്ന് പറഞ്ഞാൽ കുതിച്ചു ചാടുക എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും കുതിച്ചു ചാടുന്നതും പാർ കർണേക്ക ഖേൽ ഖേൽനെ ലഗ്താ ഹെ, നട്കട്ട് തോടിന് കുറുകെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നദി കെ പുൽക്കോ ജൽദി സെ പാർ കർനെ കെ ബജായ് ഉസ്കി മുണ്ടേർ സെ ടിക്കർ നീച്ചെ ബഹത്തി നദി കോ നിഹാർനെ ലഗ്താ ഹെ. നദി കെ പുൽക്കോ ജൽദി സെ പാർ കർനെ കെ ബജായ്, നദിയിലെ പുൽക്കോ, പുൽ എന്ന് പറഞ്ഞാൽ പാലം, നദിയിലെ പാലം ജൽദി സെ പാർ കർനെ കെ ബജായ്, വേഗത്തിൽ
കടന്നു പോകേണ്ടതിന് പകരം, ബജായ് എന്ന് പറഞ്ഞാൽ പകരം എന്നാണ് അർത്ഥം. നദിക്ക് മുകളിലുള്ള പാലം വേഗത്തിൽ കടന്നു പോകേണ്ടതിന് പകരം ഉസ്കി മുണ്ടേർ സെ ടിക്കർ, പാലത്തിന്റെ മുണ്ടേർ, മുണ്ടേർ എന്ന് പറഞ്ഞാൽ കൈവരിയാണ്, ഹാൻഡ് റെയിൽസ് ആണ്. അപ്പൊ ആ കൈവരി ടിക്കർ, കൈവരി പിടിച്ച് നീച്ചെ ബഹത്തി നദിക്കോ നിഹാർനെ ലഗ്താഹെ, താഴെ കൂടെ ഒഴുകുന്ന നദി നോക്കി നിൽക്കുമായിരുന്നു. ഇതെല്ലാം നട്ട്ഖട്ട് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് നട്ട്ഖട്ട് പലപ്പോഴും പിറകലായി പോകുന്നതും ജ്യേഷ്ഠനോടൊപ്പം എത്തിപ്പെടാൻ പറ്റാത്തതും. ഏക് ദിൻ തോ നട്ട്ഖട്ടിനെ ഹദ് ഹി കർദി, അങ്ങനെ ഒരു ദിവസം എന്ത് സംഭവിച്ചു? നട്ട്ഖട്ടിനെ ഹദ് ഹി കർദി. ഹദ് എന്ന് പറഞ്ഞാൽ പരിധി അല്ലെങ്കിൽ അതിര് എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു ദിവസം നട്ട്ഖട്ട് തന്റെ പരിധി ലംഘിച്ചു, അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള കുസൃതികളെല്ലാം ചെയ്യാറുണ്ടെങ്കിലും ഒരു ദിവസം കുസൃതി കുറച്ച് കൂടിപ്പോയി. ദോനോ ഭായി സ്കൂൾ സെ ലൗട്ട് രഹേ ഥേ, രണ്ട് സഹോദരങ്ങളും സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നദി ക പുൽ ആയ, നദിയുടെ പാലത്തിനടുത്തെത്തി. തോ നട്ട്ഖട്ട് പുൽ പർ ചടനെ കെ ബജായ്, നട്ട്ഖട്ട് എന്ത് ചെയ്തു? പാലത്തിലേക്ക് ചടന, കയറുന്നതിന് പകരം നീച്ചെ ഉതർ ഗയ, പാലത്തിന്റെ മുകളിലേക്ക് കയറാതെ പാലത്തിന്റെ അടിയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഓർ നദി കെ കിനാരെ ജാ പഹുഞ്ച, നദിയുടെ കിനാരെ, കിനാരെ എന്ന് പറഞ്ഞാൽ തീരമാണ്, അപ്പൊ നദിയുടെ തീരത്തിനടുത്ത് ചെന്നെത്തി. ബസ്തേ മേ പെഹലെ സെ ബനാക്കർ രഖി ഹുയി കാഗസ് കി ദോ നാവേ നിക്കാലി ഓർ ഏക് ഏക് കർക്കെ ബഹത്തെ പാനി മേ ഛോഡ് ദി. ബസ്തേ എന്ന് പറഞ്ഞാൽ പുസ്തക സഞ്ചിയാണ്. പണ്ട് കാലങ്ങളിൽ ഇന്നുള്ള പോലെയുള്ള ബാഗുകൾക്ക് പകരം ഉപയോഗിച്ചിരുന്ന സഞ്ചികളെയാണ് ബസ്തേ അല്ലെങ്കിൽ ബസ്ത എന്ന് പറയുന്നത്. അപ്പോൾ ബസ്തയിൽ പെഹലേസെ ബനാക്കർ രഖി ഹുയി, ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാഗസ് കി ദോ നാവേം, കാഗസ് കി നാവ് കടലാസ് തോണി, ഇപ്പൊ രണ്ട് കടലാസ് തോണി പുറത്തേക്ക് എടുത്തിട്ട് ഏക് ഏക് കർക്കെ, ഓരോന്നോരോന്നായി ബഹത്തെ പാനിമേ ചോർതി, ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഇട്ടു. നാവേം ബഹുചലി തോ നട്ട്ഖട്ട് ഖുഷ് ഹോക്കർ താലി ബജാനെ ലഗ, തോണികൾ ബഹുചലി, തോണികൾ അങ്ങനെ ഒഴുകി പോകുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ നട്ട്ഖട്ട് ഖുഷ് ഹോക്കർ താലി ബജാനെ ലഗ, നട്ട്ഖട്ട് സന്തോഷം കൊണ്ട് താലി ബജാനെ ലഗ, താലി കയ്യടിയാണ്. തന്റെ തോണികൾ നദിയിലൂടെ മുന്നോട്ട് പോകുന്നത് കണ്ടിട്ട് നട്ട്ഖട്ടിന് സന്തോഷമാവുകയും അവൻ കൈയടിക്കുകയുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഉധർ പുൽ പർ പഹുഞ്ച് ചുക്കെ ഛട്ട്പട്ട് നെ പീछे മുഡ്കർ ദേഖ തോ നട്ട്ഖട്ട് നഹീ ദിഖ. അപ്പോൾ ജ്യേഷ്ഠൻ എവിടെയാണ്? പുൽപർ പഹുഞ്ച് ചുക്കെ, പാലത്തിന് മുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഛട്ട്പട്ടിനെ പീछे മുഡ്കർ ദേഖ, അങ്ങനെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ, മുഡ്കർ ദേഖന തിരിഞ്ഞു നോക്കുക, തിരിഞ്ഞു നോക്കിയപ്പോൾ തോ നട്ട്ഖട്ട് നഹീ ദിഖ, നട്ട്ഖട്ടിനെ അവിടെ കാണാനില്ലായിരുന്നു. ഛട്ട്പട്ട് ഖബരാ ഗയാ കി നട്ട്ഖട്ട് കഹാൻ ഗയാ, നമ്മളുടെ ഛട്ട്പട്ട് ഖബരാ ഗയാ, ഖബരാന പരിഭ്രമിക്കുക, ടെൻഷൻ അടിക്കുക. അപ്പൊ ഛട്ട്പട്ടിന് ടെൻഷനായി, പരിഭ്രമിച്ചു. നട്ട്ഖട്ട് കഹാൻ ഗയാ, നട്ട്ഖട്ട് എവിടെ പോയി എന്നുള്ള കാര്യം ആലോചിച്ച് ഛട്ട്പട്ടിന് ടെൻഷനായി. താലി ബജനയ്ക്ക് ആവാസ് സുൻകർ നീച്ചെ ദേഖ, കയ്യടിയുടെ ശബ്ദം കേട്ടിട്ടാണ് അവൻ താഴേക്ക് നോക്കിയത്. തോ നട്ട്ഖട്ട് നീച്ചെ നദി കിനാരെ ഖടാ ദിഖ, അപ്പോഴാണ് അവൻ താഴെ നദിയുടെ തീരത്ത് നിൽക്കുന്ന നട്ട്ഖട്ടിനെ കാണുന്നത്. ഛട്ട്പട്ട് കോ ഉസ് പർ ബഡാ ഗുസ്സ ആയ, ഛട്ട്പട്ടിന് അവനോട് ബഡാ ഗുസ്സ ആയ, ഗുസ്സ ദേഷ്യമാണ്, അപ്പം വളരെയധികം ദേഷ്യം വന്നു. ജോർ സെ ചില്ലാക്കർ ബോല, ചില്ലാക്കർ ബോല ഉച്ചത്തിൽ വിളിച്ചു പറയുക. അപ്പോൾ ഇവിടെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, അരേ ചോട്ടെ തും വഹാ നീച്ചെ ക്യാ കർ രഹേ ഹോ, എടാ ചോട്ടെ നീ അവിടെ താഴെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നട്ട്ഖട്ടിനെ ചൗങ്കർ ഊപ്പർ ദേഖ और नदी किनारे रखा अपना बस्ता उठाने के लिए झुका. नटखट ने चौंक कर ऊपर देखा, नटखट ഞെട്ടിയിട്ട്, ചൗങ്കന ഞെട്ടുക, ഞെട്ടിയിട്ട് ഊപ്പർ ദേഖ മുകളിലേക്ക് നോക്കി. ഓർ നദി കിനാരെ രഖ, നദിയുടെ തീരത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അപ്ന ബസ്ത ഉഠാനെ കേലിയെ ചുക്ക, തന്റെ പുസ്തക സഞ്ചി എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ചുക്ക, ചുക്ന എന്ന് പറഞ്ഞാൽ കുനിയുക, കുമ്പിടുക എന്നുള്ള അർത്ഥമാണ്. അതിനുവേണ്ടി കുനിഞ്ഞു. അച്ചാനക് ഉസ്ക പാവ് ഫിസല ഓർ വോ പാനിമേ ഗിർപട, പെട്ടെന്നാണ് ഉസ്ക പാവ് ഫിസല, അവന്റെ കാല് ഫിസലിന
വഴുതുക, അവന്റെ കാൽ വഴുതി പോവുകയും ഓർ വ പാനിമേ ഗിർപട, അവൻ പാനിയിൽ വീണു പോവുകയും ചെയ്തു. പാനി കാ ബഹാവ് തേസ് ഥാ ഓർ നട്ട്ഖട്ട് കോ തൈർന നഹി ആതാ ഥാ. പാനി കാ ബഹാവ്, വെള്ളത്തിന്റെ ഒഴുക്ക്, തേസ് ദ, വളരെ ശക്തിയുള്ളതായിരുന്നു, അതായത് വളരെ വേഗത്തിലുള്ളതായിരുന്നു. ഓർ നട്ട്ഖട്ട് കോ തൈർന നഹി ആതാ ഥാ, നീന്തുക എന്നുള്ളതിനെയാണ് തൈർന എന്ന് ഹിന്ദിയിൽ പറയുക. സോ നട്ട്ഖട്ട് കോ തൈർന നഹി ആതാ ഥാ, നട്ട്ഖട്ടിന് നീന്താനും അറിയില്ലായിരുന്നു. ഛോട്ടാ സാഹി തോ ഥാ, ചെറിയവനായിരുന്നില്ലേ. ബഹ് ഗയ, അവൻ ഒഴുകിപ്പോയി. ഡൂബ്ത്തെ ഉത്തരാത്തെ ദൂർ ജാനേ ലഗ. ഡൂബ്ത്തെ ഉത്തരാത്തെ എന്ന് പറഞ്ഞാൽ മുങ്ങിയും പൊങ്ങിയും, ദൂർ ജാനേ ലഗ, ദൂരത്തേക്ക് പോകാൻ തുടങ്ങി. ചട്പട്ട് കോ തൈർന ആതാ ഥാ, മൂത്തയാൾക്ക് അതായത് ചട്പട്ടിന് തൈർന ആതാ ഥാ, നീന്താൻ അറിയുമായിരുന്നു. ഉസ്നെ छट अपना बस्ता पीठ से उतारकर पुल की मुंडेर पर रखा और नदी में कूद पड़ा. അവൻ എന്ത് ചെയ്തു? ഛട്ട്, അതായത് വേഗത്തിൽ, അപ്ന ബസ്ത പീഠ് സെ ഉതാർക്കർ പുൽ കി മുണ്ടേർ പർ രഖ, തന്റെ തോളിലുണ്ടായിരുന്ന ബാഗ് എടുത്ത് പാലത്തിന്റെ കൈവരിയിൽ വെച്ചു. എന്നിട്ട് നദീമേ കൂത് പട, നദിയിലേക്ക്, കൂതന ചാടുക, നദിയിലേക്ക് ചാടി. थोड़ी दूर तैरने के बाद ही उसने नटखट को पकड़ लिया और किनारे पर ले आया. കുറച്ചു ദൂരം നീന്തിയതിനു ശേഷമാണ് ഉസ്നെ നട്ട്ഖട്ട് കോ പക്കഡ് ലിയ, അവന് നട്ട്ഖട്ടിനെ പക്കഡിന പിടിക്കുക, നട്ട്ഖട്ടിനെ പിടിക്കാൻ സാധിച്ചത്. ഓർ കിനാരെ പർ ലേ ആയ, നദിയുടെ തീരത്തേക്ക് കൊണ്ടുവന്നു. ചട്പട്ട് കോ ഇത്നാ ഗുസ്സ ആ രഹാ ഥാ കി നട്ട്ഖട്ട് കോ ദോ ഛാപ്പട് ലഗായേ. पर नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. ചട്പട്ട് കോ ഇത്നാ ഗുസ്സ ആ രഹാ ഥാ, ചട്പട്ടിന് നല്ല ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം ഉണ്ടായിരുന്നു? കി നട്ട്ഖട്ട് കോ ദോ ഛാപ്പട് ലഗായേ, നട്ട്ഖട്ടിന് ദോ ഛാപ്പട്, ഛാപ്പട് എന്ന് വെച്ചാൽ നല്ല 2 അടി വെച്ചു കൊടുക്കാനുള്ള അത്രയും ദേഷ്യം ഉണ്ടായിരുന്നു. पर नटखट इतना डरा और घबराया हुआ था, പക്ഷേ നട്ട്ഖട്ട് വളരെ പേടിച്ചും പരിഭ്രമിച്ചുമായിരുന്നു ഉണ്ടായിരുന്നത്. കി ഉസേ ചോട്ടെ ഭായ് പർ പ്യാർ ആകയ, അപ്പോൾ അങ്ങനെ പേടിച്ചും പരിഭ്രമിച്ചുമുള്ള തന്റെ കുഞ്ഞനിയനെ കണ്ടപ്പോൾ ചട്പട്ടിന് എന്താണ്? ചോട്ടെ ഭായ് പർ പ്യാർ ആകയ, തന്റെ അനിയനോട് പ്യാർ ആകയ, പ്യാർ സ്നേഹം, സ്നേഹമാണ് തോന്നിയത്. ഉസ്നെ നട്ട്ഖട്ട് കാ ഹാത്ത് പക്കടെ പക്കടെ ഉസ്കാ ബസ്ത ഉഠായ ഓർ പുൽ തക് പഹുഞ്ചാനെ വാലി ചढ़ाई ചടനെ ലഗ. ചട്പട്ട് എന്ത് ചെയ്തു? ഉസ്നെ നട്ട്ഖട്ട് കാ ഹാത്ത് പക്കടെ പക്കടെ, നട്ട്ഖട്ടിന്റെ കൈ പിടിച്ചുകൊണ്ട്, ഉസ്കാ ബസ്ത ഉഠായ, അവന്റെ ബാഗ് എടുത്തു. ഓർ പുൽ തക് പഹുഞ്ചാനെ വാലി ചढ़ाई ചടനെ ലഗ, അപ്പോൾ താഴെയാണ് ഉണ്ടായിരുന്നത്, പാലം വരെ എത്താനുള്ള, പുൽ തക് പഹുഞ്ചാനെ വാലി, പാലം വരെ എത്തുവാനുള്ള, ചढ़ाई, ചढ़ाई കയറ്റമാണ്, കയറ്റം കയറാൻ തുടങ്ങി. पुल पर पहुंचा ही था कि नटखट अचानक गला फाड़कर रोने लगा. പുൽ പർ പഹുഞ്ചാ ഹി ഥാ, പാലത്തിൽ എത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ നട്ട്ഖട്ട് അചാനക് ഗലാ ഫാഡ്കർ, നട്ട്ഖട്ട് പെട്ടെന്ന് തന്നെ ഗലാ ഫാഡ്കർ, ഗല തൊണ്ടയാണ്, തൊണ്ട പൊട്ടിക്കൊണ്ട്, രോനെ ലഗ കരയാൻ തുടങ്ങി. ചട്പട്നെ കഹ, ചട്പട്ട് ചോദിച്ചു, അബ് തോ തും ബഹ് ജാനെ സെ ബച്ച് ഗയേ ഹോ ഫിർ ക്യോ രോ രഹേ ഹോ, ഇപ്പോൾ നീ ഒഴുകിപ്പോകുന്നതിൽ നിന്നും രക്ഷപ്പെട്ടതല്ലേ ഉള്ളൂ. ഫിർ ക്യോ രോ രഹേ ഹോ, പിന്നെ എന്തിനാണ് നീ കരയുന്നത്? നട്ട്ഖട്ടിനെ രോത്തെ രോത്തെ കഹ, നട്ട്ഖട്ട് കരഞ്ഞുകൊണ്ട് അതിനുത്തരം പറയുകയാണ്, തും ഘർ ജാക്കർ മാസേ മേരി ശിക്കായത് കരോഗേ, നീ വീട്ടിൽ പോയിട്ട് അമ്മയോട് എന്നെപ്പറ്റി പരാതി പറയില്ലേ? ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ചെയ്ത കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു കൊടുക്കില്ലേ എന്നുള്ളതാണ്. അഗർ നാ കരൂത്തോ, അങ്ങനെ ഞാൻ ചെയ്തില്ലെങ്കിലോ, അമ്മയോട് പരാതിപ്പെട്ടില്ലെങ്കിലോ? ചട്പട്ട് ചോദിക്കുകയാണ്. അപ്പൊ അതിന് നട്ട്ഖട്ടിന്റെ മറുപടിയാണ്, തോ ജോ കഹോ, നീ എന്താണോ പറയുന്നത് അത് ചെയ്യാം. നട്ട്ഖട്ട് കാ രോന ബന്ദ് ഹോ ഗയ, അത് പറഞ്ഞപ്പം നട്ട്ഖട്ടിന്റെ കരച്ചിൽ നിന്നു. അപ്പം ജ്യേഷ്ഠൻ എന്താണ് ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് അടുത്ത വരിയിൽ പറയുന്നത്. മുझे കാഗസ് കി നാവ് ബനാന നഹി ആത്ത, എനിക്ക് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയില്ല.
തും സിക്കാദോഗേ, നീ എന്നെ അത് പഠിപ്പിക്കുമോ? അപ്പോൾ നട്ട്ഖട്ട് എന്താണ് പറയുന്നത്? ഹാ ഉസ്മേ ക്യാ ഹേ, ആ പഠിപ്പിക്കാലോ, അതിലിപ്പോ എന്താണുള്ളത്? നട്ട്ഖട്ട് ഖുഷ് ഹോക്കർ ബോല, നട്ട്ഖട്ട് സന്തോഷത്തിൽ പറഞ്ഞു. പർ മുझे തൈർനാ നഹി ആത്ത തും സിക്കാദോഗേ. അപ്പൊ നട്ട്ഖട്ട് അതിനോടൊപ്പം തന്നെ പറയുകയാണ്, എനിക്ക് തൈർനാ നഹി ആത്ത, എനിക്ക് നീന്താൻ അറിയില്ല, തും സിക്കാദോഗേ, നീ എന്നെ പഠിപ്പിക്കുമോ? അപ്പോൾ ചട്ട്പട്ട് എന്താണ് അതിന് പറയുന്നത്? ഹാ ഉസ്മേ ക്യാ ഹേ, ഹാ അതിലെന്താണ്, അതൊക്കെ ചെറിയ കാര്യമല്ലേ എന്നുള്ള രീതിയിലാണ് ജ്യേഷ്ഠനും അനിയനും ഇവിടെ പറയുന്നത്. ചട്ട്പട്ട് ने मुस्कुराते हुए नटखट के शब्दों की नकल की और दोनों भाई हंस पड़े. ചട്ട്പട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നട്ട്ഖട്ട് കെ ശബ്ദോം കി നക്കൽ കി, നട്ട്ഖട്ടിന്റെ ശബ്ദ് എന്ന് വെച്ചാൽ വാക്കുകളാണ്, നട്ട്ഖട്ടിന്റെ വാക്കുകള് നക്കൽ കി അനുകരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അത് കണ്ടപ്പോൾ ദോനോ ഭായ് ഹസ്പടെ, രണ്ടുപേർക്കും ചിരി വന്നു. लेकिन चटपट ने नटखट का बस्ता उसे पकड़ाकर पुल की मुंडेर पर से अपना बस्ता उठाया तो एकदम चिंतित होकर बोला. എന്നാൽ ചട്ട്പട്ട് ने नटखट का बस्ता उसे पकड़ाकर, ചട്ട്പട്ട് നട്ട്ഖട്ടിന്റെ ബാഗ് അവന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പുൽക്കി മുണ്ടേർ पर से अपना बस्ता उठाया. അപ്പോൾ വെള്ളത്തിലേക്ക് ചാടുന്നതിന് മുൻപ് ചട്ട്പട്ട് തന്റെ ബാഗ് അല്ലെങ്കിൽ പുസ്തക സഞ്ചി പാലത്തിന്റെ കൈവരിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്, അതെടുത്തു. തോ ഏകദം ചിന്തിത് ഹോക്കർ ബോല, നന്നായി വിഷമിച്ചുകൊണ്ട് പറഞ്ഞു. അരേ ചോട്ടെ ഹം ദോനോ കെ കപ്പടെ ഭീഗ് ഗയേ ഹെ, എടാ ചെറുതെ, നമ്മൾ രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ ഭീഗ് ഗയേ ഹെ, ഭീഗന നനയുക, നമ്മളുടെ രണ്ടുപേരുടെയും വസ്ത്രങ്ങൾ നനഞ്ഞിട്ടാണുള്ളത്. ഹമേ ഭീഗെ കപ്പടോമേ ദേഖ് മാ പൂച്ചേഗി തോ ക്യാ കഹേങ്കെ, നമ്മളുടെ നനഞ്ഞ വസ്ത്രങ്ങൾ കണ്ടിട്ട് അമ്മ എന്തായാലും ചോദിക്കും. തോ ക്യാ കഹേങ്കെ, അപ്പോഴെന്താണ് പറയുക? ഹാ ബെടെ അബ്, ഹാ വലുതെ, അപ്പോഴോ? നട്ട്ഖട്ട് ने एक पल सोचा और बोला, നട്ട്ഖട്ട് ഒരു നിമിഷം ചിന്തിച്ചു, എന്നിട്ട് പറഞ്ഞു. ആവോ ദൗഡ് ലഗാത്തെ ഹെ, വാ നമുക്ക് ഓടാം. കപ്പടെ അപ്നെ ആപ് സൂഖ് ജായെങ്കെ, വസ്ത്രം അങ്ങനെ തന്നെ ഉണങ്ങിപ്പോയിക്കോളും. ഹാ യേ ഠീക് ഹെ, ഹാ അത് ശരിയാണ്. ചട്ട്പട്ട് ने अपना बस्ता पीठ पर टांगते हुए कहा, ചട്ട്പട്ട് തന്റെ പുസ്തക സഞ്ചി പുറത്ത് തൂക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, രണ്ട് സഹോദരങ്ങളും തങ്ങളുടെ സഞ്ചി തൂക്കിയിട്ടുകൊണ്ട് ഷർട്ടിന്റെ ബട്ടൺസ് എല്ലാം അഴിച്ച് വേഗത്തിൽ ഓടുന്നതായിട്ടുള്ള ദൃശ്യം. അങ്ങനെ ഓടുന്നതിലൂടെ വസ്ത്രം വേഗത്തിൽ ഉണങ്ങുമെന്നാണ് നട്ട്ഖട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരങ്ങനെ ചെയ്യുന്ന ദൃശ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നട്ട്ഖട്ട് ने भी अपना बस्ता पीठ पर टांग लिया, നട്ട്ഖട്ടും തന്റെ പുസ്തക സഞ്ചി पीठ पर टांग लिया, തോളത്ത് തൂക്കിയിട്ടു. और चटपट के बराबर खड़े होकर दौड़ शुरू करने के अंदाज में बोला, ചട്ട്പട്ട് के बराबर, ചട്ട്പട്ടിനോടൊപ്പം, खड़े होकर നിന്നുകൊണ്ട്, ദൗഡ് ശുരു കർണേ കെ അന്ദാസ് മേ ബോല, ഓട്ടം തുടങ്ങാനുള്ള ഭാവത്തിൽ പറഞ്ഞു. ഏക് ദോ തീൻ, നമ്മൾ റെഡി 1 2 3 എന്ന് പറയുന്ന പോലെ തന്നെ ഹിന്ദിയിൽ അവർ പറയാണ് ഏക് ദോ തീൻ. ദോനോ ദൗഡ് പടേ, രണ്ടുപേരും ഓടാൻ തുടങ്ങി. ആകെ പീച്ചെ നഹി ഏക് ദൂസരെ കാ ഹാത്ത് പക്കടെ സാത്ത് സാത്ത്, ഇത്തവണ അവര് മുന്നിലും പിന്നിലുമായിട്ടല്ല ഓടിയിട്ടുണ്ടായിരുന്നത്. ഏക് ദൂസരെ കാ ഹാത്ത് പക്കടെ, ഒരാൾ മറ്റൊരാളുടെ കൈ പിടിച്ചുകൊണ്ട്, സാത്ത് സാത്ത് ഒപ്പത്തിനൊപ്പമാണ് ഓടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പലപ്പോഴും ജ്യേഷ്ഠൻ മുന്നിലും അനിയൻ പിറകിലുമായിട്ടാണ് പോവാറുണ്ടായിരുന്നത്. പക്ഷെ ഈ തവണ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഓടുകയാണ് ചെയ്യുന്നത്. സർദിയ അഭി ശുരു നഹി ഹുയി ഥി, സർദി തണുപ്പുകാലം, തണുപ്പുകാലം തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മോസം സാഫ് ഥ, കാലാവസ്ഥ വളരെ നല്ലതായിരുന്നു. ചട്കീലി ധൂപ് നിക്കലി ഹുയി ഥി, ചട്കീലി വെയിലിന്റെ തിളക്കത്തിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നിക്കലി ഹുയി ഥി വന്നിട്ടുണ്ടായിരുന്നു, മീൻസ് നല്ല വെയില് വന്നിട്ടുണ്ടായിരുന്നു. ദോനോ ഭായ് മജേമേ ദൗഡത്തെ ചലേഗേ, രണ്ട് സഹോദരന്മാരും മജേമേ ദൗഡത്തെ ചലേഗേ, മജേമേ ആസ്വദിച്ചുകൊണ്ട് ഓടിപ്പോയി. നാല പാർക്കിയ, ബാഗ് പാർക്കിയ,
ഖേത് പാർ കിയ, ബർഗദ് കോ ഭി പീछे छोड़ दिया. അപ്പോൾ അവർ പോകുന്ന വഴിക്കുണ്ടായിരുന്ന നാല, തോട് മറികടന്നു. ബാഗ് പാർ കിയ, തോട്ടം മറികടന്നു. ഖേത് പാർ കിയ, വയൽ മറികടന്നു. ബർഗദ് കോ ഭി പീछे छोड़ दिया, പേരാലിനെയും പുറകിലാക്കി. लेकिन पोखर तक पहुंचते पहुंचते दोनों थक गए और रुक गए. എന്നാൽ പോക്കർ തക് പഹുഞ്ചത്തെ പഹുഞ്ചത്തെ, കുളത്തിനടുത്ത് എത്തിയപ്പോഴേക്കും ദോനോ ഥക് ഗയെ, രണ്ടുപേരും ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഓർ രുക് ഗയെ, എന്നിട്ട് അവരവിടെ നിന്നു. കപ്പടെ സൂഖ് ഗയെ ചോട്ടെ, നമ്മളുടെ വസ്ത്രങ്ങളെല്ലാം ഉണങ്ങി ചെറുതെ. ഛട്ട്പട്ടിനെ ഹാഫ്തെ ഹുയെ ലേക്കിൻ ഖുഷ് ഹോത്തെ ഹുയെ കഹ. ഛട്ട്പട്ട് ഹാഫ്തെ ഹുയെ, ഹാഫ്ന കിതയ്ക്കുക, കിതച്ചുകൊണ്ട്. ഹാഫ്തെ ഹുയെ എന്ന് പറഞ്ഞാൽ കിതച്ചുകൊണ്ട്. ലേക്കിൻ എന്നാൽ, ഖുഷ് ഹോത്തെ ഹുയെ എന്നാൽ സന്തോഷിച്ചുകൊണ്ടും പറഞ്ഞു. ഹാ ബടെ വാക്കയി കപ്പടെ തോ സൂഖ് ഗയെ. ഹാ വലുതെ ശരിക്കും, കപ്പടെ തോ സൂഖ് ഗയെ വസ്ത്രം ശരിക്കും ഉണങ്ങിയിരിക്കുന്നു. നട്ട്ഖട്ടിനെ ഭി ഖുഷ് ഹോക്കർ കഹ, നട്ട്ഖട്ടും സന്തോഷിച്ചുകൊണ്ട് പറഞ്ഞു. തഭി നട്ട്ഖട്ട് കോ പോക്കർ കിനാരെ ഏക് ചിക്കനി ഗിട്ടി ദിഖായി പടി. അപ്പോഴാണ് നട്ട്ഖട്ട് പോക്കർ കെ കിനാരെ, കുളത്തിനടുത്തായിട്ട് അല്ലെങ്കിൽ കുളത്തിന്റെ തീരത്ത് അതിനോട് ചേർന്ന് ചിക്കിനി ഗിട്ടി ദിഖായി പടി. ചിക്കിനി മിനുസമുള്ള, ഗിട്ടി, ഗിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരന്നിട്ടുള്ള കല്ലുകളെയാണ് ഗിട്ടി എന്ന് പറയാം. കുളത്തിന്റെ അരികിലായിട്ട് മിനുസമുള്ള പരന്ന കല്ല് കണ്ടത്. नटखट ने उसे उठा लिया और तिरछे होकर उसे इस तरह फेंका कि गिट्टी पानी की सतह पर उछलती हुई दूर तक चली गई. അപ്പോൾ പരന്ന മിനുസമുള്ള കല്ല് കണ്ടപ്പോൾ നട്ട്ഖട്ട് എന്താണ് ചെയ്തത്? നട്ട്ഖട്ടിനെ ഉസെ ഉഠാലിയ, നട്ട്ഖട്ട ഗിട്ടി, ആ കല്ല് എടുത്തു. എന്നിട്ട് തിർച്ചേ ഹോക്കർ, തിർച്ചേ ഹോക്കർ എന്ന് പറഞ്ഞാല് വളഞ്ഞിട്ട് അല്ലെങ്കിൽ ഒന്ന് കുനിഞ്ഞിട്ട്, ഉസെ ഇസ് തര ഫേങ്കാക്കി, അതിന് ഇതേപോലെ എറിഞ്ഞു. എങ്ങനെ? ഗിട്ടി പാനിക്ക് സതഹ് പർ, ആ ഗിട്ടി പാനിക്ക് സതഹ് പർ, സതഹ് എന്ന് പറഞ്ഞാല് മുകൾ പരപ്പില്, ഉച്ചൽത്തി ഹുയി ദൂർ തക് ചലി ഗയി, തെന്നി തെന്നി ദൂരേക്ക് പോയി. നമ്മളെല്ലാവരും പലപ്പോഴും ചെയ്തിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമുള്ള കാര്യമാണ്. പരന്നിട്ടുള്ള കല്ലെടുത്ത് നമ്മള് കുളത്തില് ഒക്കെ ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞ് എറിയുമ്പോൾ വെള്ളത്തിന് മുകളിലൂടെ തത്തി തത്തി കല്ല് മുന്നോട്ട് പോകുന്നത്. ആ കാര്യം തന്നെയാണ് ഇവിടെ നട്ട്ഖട്ടും ചെയ്തിരിക്കുന്നത്. ദേഖാ ദേഖി ഛട്ട്പട്ട് ने भी एक गिट्टी उठाकर फेंक दी. അത് കണ്ടപ്പോ ഛട്ട്പട്ട് എന്ത് ചെയ്തു? ഒരു ഗിട്ടി എടുത്തിട്ട് എറിഞ്ഞു. ലേക്കിൻ ഉസ്കി ഗിട്ടി ഏകദം പാനി മേ ഗുഡുപ് ഹോ ഗയി. പക്ഷേ ഛട്ട്പട്ട് എറിഞ്ഞ ഗിട്ടി ഏകദം പാനിമേ ഗുഡുപ് ഹോ ഗയി, വെള്ളത്തില് മുങ്ങിപ്പോയി. അപ്പോൾ നട്ട്ഖട്ട് പറയുകയാണ്, ബഡേ തുംകോ ഗിട്ടി പൈരാന നഹി ആത്താ, വലുതേ നിനക്ക് ഗിട്ടി പൈരാന. ഗിട്ടി പൈരാന എന്ന് പറഞ്ഞാല് അങ്ങനെ വെള്ളത്തിന് മുകളിലൂടെ തെന്നിച്ചെറിയുന്നതിനെയാണ് ഹിന്ദിയിൽ ഗിട്ടി പൈരാന എന്ന് പറയുന്നത്. അപ്പോൾ ഗിട്ടി പൈരാന നഹി ആത്താ, അങ്ങനെ ചെയ്യാൻ നിനക്ക് അറിയില്ലേ? ഹാ ചോട്ടെ തും സിഖാ സക്തേ ഹോ, ഹാ ചെറുതെ നിനക്ക് പഠിപ്പിക്കാൻ സാധിക്കുമോ? ക്യോ നഹി അഭീലോ, എന്തുകൊണ്ട് പറ്റില്ല, ഇപ്പൊ തന്നെ ചെയ്യാലോ. നട്ട്ഖട്ടിനെ ധ്യാൻ സെ നീച്ചെ ദേഖ്കർ ഏക് ഗിട്ടി ഉഠായി ഓർ ഛട്ട്പട്ട് കോ ദിഖാത്തെ ഹുയെ ബോല. നട്ട്ഖട്ട് ധ്യാൻ സെ എന്ന് വെച്ചാൽ ശ്രദ്ധയോടെ, നീച്ചെ ദേഖ്കർ താഴെ നോക്കിയിട്ട്, ഏക് ഗിട്ടി ഉഠായി ഒരു പരന്ന കല്ലെടുത്തു. ഓർ ഛട്ട്പട്ട് കോ ദിഖാത്തെ ഹുയെ ബോല, ഛട്ട്പട്ടിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഗിട്ടി ഐസി ലോ ജോ ജ്യാദാ ഭാരി ഓർ ഖുർദുരി ന ഹോ. അപ്പോ എങ്ങനെയുള്ള ഗിട്ടി എടുക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ജോ ജ്യാദാ ഭാരി, നല്ല ഭാരമുള്ളതും, അതേപോലെ തന്നെ ഖുർദുരി, ഖുർദുരി എന്ന് പറഞ്ഞാൽ പരുപരുത്ത, റഫായിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. അപ്പം നല്ല ഭാരമുള്ളതും പരുപരുത്തതുമായിട്ടുള്ള ഗിട്ടി എടുക്കാതിരിക്കാനാണ് ഇവിടെ പറയുന്നത്. പിന്നെ എങ്ങനെയുള്ളതാണ് എടുക്കേണ്ടത്? ഹൽക്കി ഓർ ചിക്കിനി ഹോ. ഹൽക്കി ഭാരം കുറഞ്ഞ, ലൈറ്റായിട്ടുള്ള, ചിക്കിനി ഇതേപോലെ മിനുസമുള്ള, ഭാരം കുറഞ്ഞതും മിനുസമേറിയതുമായിട്ടുള്ള ഗിട്ടി ആയിരിക്കണം എടുക്കേണ്ടത് എന്നാണ് നട്ട്ഖട്ട് പറയുന്നത്. ഓർ ഉസേ ഇസ് തര ഫേങ്കോ,
എന്നിട്ട് അതിനെ ഇതേപോലെ എറിയൂ എന്ന് പറയുകയാണ് നട്ഖട്ട് അവിടെ. ലേക്കിൻ അബ് തക് ചട്പട്ട് കാ ധ്യാൻ ബണ്ട് ചുക്കാ ഥാ. പക്ഷേ അബ് തക് ഇപ്പോഴും ചട്പട്ട് കാ ധ്യാൻ ബണ്ട് ചുക്കാ ഥാ. ചട്പട്ടിന്റെ ശ്രദ്ധ, ധ്യാൻ ശ്രദ്ധ, ബണ്ട് ചുക്കാ ഥാ എന്ന് വെച്ചാൽ ശ്രദ്ധ തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. ചട്പട്ടിന്റെ ശ്രദ്ധ വേറെ എവിടെയോ ആയിരുന്നു. വ പോക്കർ കെ പാനി പർ തൈർത്തി ബത്തക്കോം കോ ധ്യാൻ സെ ദേഖ് രഹാ ഥാ. അവൻ കുളത്തിലെ വെള്ളത്തിന് മുകളിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്ന ബത്തക്കോം കോ ധ്യാൻ സെ ദേഖ് രഹാ ഥാ, താറാവുകളെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ചട്പട്ട് ഓർ നട്ഖട്ട് എന്നുള്ള ചെറിയൊരു കഥയിൽ പറയുന്ന കാര്യങ്ങൾ. രണ്ട് സഹോദരന്മാരും അവരുടെ സ്നേഹബന്ധവുമാണ് ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടു പേർക്കും അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇവിടെ പ്രായത്തിന്റെ വലിപ്പ ചെറുപ്പമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോരുത്തരും വ്യത്യസ്തരാണ്. പലർക്കും അവരുടേതായിട്ടുള്ള കഴിവുകളും ഉണ്ട് എന്നുള്ള വസ്തുതയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത്. ആ ഒരു സന്ദേശമാണ് ഈ കഥ നമ്മുടെ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു പാഠഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.